ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കാണാൻ പോകുന്നത് ഡേവിഡി ടെയിൽ ടോക്സിലെ ഒരു ട്രാവൽ വ്ളോഗാണ്. വേറെ എവിടെയുമല്ല, അങ്ങ് വിയറ്റ്നാമിൽ ഇന്റൽ മണിയുടെ ഏറ്റവും ടോപ്പ് പെർഫോമേഴ്സിനെയും കൊണ്ടുള്ള ED ആൻഡ് CEOയും ഒരുമിച്ചിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ട്രാവലാണ്. എൻ്റെ യാത്രകളെല്ലാം ഇന്റൽ മണിയോടൊപ്പം ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും ട്രാവലാണല്ലോ എന്നൊക്കെ. പക്ഷേ ഇതൊരു കോൺടെസ്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് ഞാനൊരു കോർഡിനേറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഇവരോട് ട്രാവൽ ചെയ്യുന്നത്. ഇത്തവണ ഉമേഷ് സാറും ജിജിത് സാറും സുധീർ സാറും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരുമിച്ചിട്ടുള്ള ഒഫീഷ്യൽസ് ഇവർ 3 പേരും മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു എക്സ്ക്ലൂസീവാണ്. ഇന്റൽ മണിയുടെ ഏറ്റവും ടോപ്പ് പെർഫോമേഴ്സിനെ കൊണ്ട് ഉമേഷ് സാറ് വിയറ്റ്നാമിലേക്ക് പറന്നിറങ്ങിയിരിക്കുകയാണ്. ഉമേഷ് സാറ് തന്നെയാണ് ഇതിൻ്റെ ഫുൾ പ്ലാൻ. എവിടെ, എങ്ങനെ, ഏത് ഹോട്ടലൊക്കെ ഞെട്ടിക്കുന്ന 5 സ്റ്റാർ ഹോട്ടൽസും അവരുടെ ഫെസിലിറ്റീസും എല്ലാം പ്രീമിയം ആയിരുന്നു. അതുകൊണ്ട് എനിക്കും അത് അനുഭവിക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ചെന്നു, ചെക്ക് ഇൻ ചെയ്തു. രാവിലെ തന്നെ ഇറങ്ങി എല്ലാവരും ഫ്രഷപ്പായിട്ട് ഞങ്ങളൊരു 11:30 ഒക്കെ ആയപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. So there are near about 1,700 plus employees who are having envy on each one of them, because you guys are the stars. You guys did extremely well performed last year, and that is the reason why you guys are here along with our promoter Umesh sir itself. So the whole trip was being planned, organized, arranged by him, and he wants his personal touch in everything. So let's enjoy, and congrats once again for your tremendous contribution. So let's see that. So congratulations once again. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഒരു ലഞ്ച് കഴിക്കാനാണ്. ഉമേഷ് സാർ അതിനുവേണ്ടി സെലക്ട് ചെയ്തൊരു റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത് മിഷ്ലിൻ ഗൈഡിൻ്റെ തന്നെ റേറ്റിങ്ങിലുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഈ മിഷ്ലിൻ ഗൈഡിനെ കുറിച്ചോ അല്ലെങ്കിൽ മിഷ്ലിൻ റേറ്റിങ്ങിനെ കുറിച്ചോ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഉമേഷ് സാറാണ് പറഞ്ഞു തന്നത്. അതിൽ തന്നെ 3 സ്റ്റാർസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റാർ കിട്ടിയാൽ ഇത്രയും, സെക്കൻഡ് സ്റ്റാർ കിട്ടിയാൽ ഇത്രയും, 3rd സ്റ്റാർ കിട്ടിയ എത്രയും, അങ്ങനെ പല സ്റ്റാർസ്. സോ അതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വിയറ്റ്നാമിൽ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു. സ്ഥിരമായിട്ട് ഉമേഷ് സാറിൻ്റെ ഒരു പരിപാടിയാണ്. ഇതിനു മുമ്പ് ഞങ്ങൾ വിയറ്റ്നാം വന്നപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സാറ് ഇതുപോലെ ചോപ്പ് സ്റ്റിക്ക് വെച്ച് എങ്ങനെയാണ് കഴിക്കേണ്ടത്. സാറ് വളരെ മനോഹരമായിട്ട് ചോപ്പ് സ്റ്റിക്ക് വെച്ച് കഴിക്കും. ഇതിന് മുമ്പും സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള ക്ഷമയുമില്ല. ഒരുപാട് പേര് അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പഠിച്ചു. പക്ഷേ സ്പൂണും ഫോർക്കൊക്കെ വെച്ച് തന്നെ പിന്നെ കഴിക്കാൻ തുടങ്ങി. ഈ മിഷ്ലിൻ റേറ്റിങ്ങിലുള്ള റെസ്റ്റോറൻറ്റുകൾ ഇന്ത്യയിലില്ല കേട്ടോ. ഷെഫുമാരുണ്ട്, ഒരുപാട് ഷെഫുമാർ, പക്ഷേ നമുക്ക് റെസ്റ്റോറൻറ്റുകളില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹോച്ചിമിന്നയുടെ ഒരു മുസോളിയത്തിലാണ്. ഇതൊരു വലിയ ഒരു ഹനോയുടെ സെൻട്രലായിട്ടൊരു വലിയ തടാകമുണ്ട്. സോ അതിൻ്റെ സെൻറ്ററായിട്ടാണ് ഈ മുസോളിയം ഉള്ളത്. സോ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് മുസോളിയാണ്. വളരെ ഭംഗിയുള്ള രസകരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മുസോളിയം. അങ്ങനെ ഞങ്ങൾ ആ മുസോളിയൊക്കെ കണ്ടു. വലിയ സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് പോയി കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്നും വീണ്ടും നമ്മളുടെ അടുത്ത ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ട്രാവൽ തുടങ്ങി. ഈ ഹനോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പിന്നീട് ഞങ്ങളൊരു ചെറിയ ഒരു നല്ല മോളിലേക്കാണ് പോയത്. ഒരു ചെറിയ മോളല്ല, വലിയൊരു ഗംഭീര മോളിലേക്കാണ് പോയത്. എല്ലാ വലിയ ബ്രാൻഡുകളും ഉണ്ട്. ഇതെല്ലാം കണ്ട് പോരുക എന്നല്ലാതെ അവിടെ നിന്ന് ഒന്നും മേടിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര എക്സ്പെൻസീവാണ്. കാരണം അവിടെ ഇല്ലാത്ത ബ്രാൻഡുകൾ ഒന്നും തന്നെ ഇല്ല. ഈ വേൾഡിലുള്ള എല്ലാ ബ്രാൻഡുകളും ആ മോളിലുണ്ട്. സോ നമുക്കിങ്ങനെ ചുമ്മാ കയറി ഇതെല്ലാം കണ്ട് രസിച്ച് തിരിച്ച് പോരുക എന്നല്ലാതെ വേറൊന്നും വാങ്ങിക്കാൻ നമുക്ക് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അതിൽ തന്നെ ഭേദമുള്ളത് സാറയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും മേടിച്ചൊന്നുമില്ല. ഇതൊക്കെ കണ്ട് രസിച്ച് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് അന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ പരിപാടികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അന്നും വീണ്ടും വൈകുന്നേരമായി ഞങ്ങളെല്ലാവരും കൂടി ഒരു ഡിന്നറിന് പോയി. ഡിന്നർ കഴിച്ചു. അവിടെ നിന്നും നമ്മൾ പിരിഞ്ഞു. പിറ്റേ ദിവസമാണ്, നെക്സ്റ്റ് ഡേ അടിപൊളിയാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ഹലോങ് ബേ എന്ന് പറയുന്ന അതിമനോഹരമായ ക്രൂസ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഹലോങ് ബേയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അത് വേറെ ലെവൽ ഒരു പരിപാടിയാണ്. അത് നിങ്ങൾക്ക് പോകെ കണ്ടുകൊണ്ടിരിക്കാം.
അങ്ങനെ ഞങ്ങൾ ഡിന്നറിനായിട്ട് ഒരു ബിയർ സ്ട്രീറ്റിലാണ്, നമ്മളുടെ വിയറ്റ്നാമിലുള്ള ഒരു ബിയർ സ്ട്രീറ്റിൽ ആണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ലോക്കൽ ഇങ്ങനെ കുറേ സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഫുൾ ബിയർ സ്ട്രീറ്റിന് ഇതിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ മുഴുവനും ഫുഡും ഒക്കെയാണ്. രസകരമായിട്ടുള്ള സ്ട്രീറ്റ്, ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകൾ, വ്യത്യസ്തമായിട്ടുള്ള ലോക്കൽ ഫുഡുകൾ നമുക്കിവിടെ കിട്ടും. സോ അങ്ങനെ കണ്ടില്ലേ, സൈക്കിൾ റിക്ഷയൊക്കെ പോകണുണ്ട് ഇപ്പോഴും. ഒരു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ വിയറ്റ്നാം അല്ലെങ്കിൽ ഈ ഹനോയി ഒക്കെ. കുറേ ഇതുപോലത്തെ പഴയ എല്ലാ ബിൽഡിങ്സും പഴയ ബിൽഡിങ്സാണ്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ ഞങ്ങൾ വന്ന ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ, ഞാൻ സാറിന് കാണിച്ചു കൊടുക്കായിരുന്നു. സാർ ഇവിടെയാണ് നമ്മൾ വന്നത്. സാർ ഇത്തവണ വേറൊരു വ്യത്യസ്തമായ റെസ്റ്റോറൻറ്റിലേക്കാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ബിയർ സ്ട്രീറ്റ് കണ്ടോ, ഫുൾ ഇതുപോലെ സ്ട്രീറ്റുകളാണ്, അവിടെ മുഴുവൻ റെസ്റ്റോറൻറ്റ്സും. അങ്ങനെ ഞങ്ങൾ കഴിച്ച റെസ്റ്റോറൻറ്റും അടിപൊളിയായിരുന്നു. കണ്ടോ, നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ചെറിയ കസേരകൾ കണ്ടോ, സ്റ്റൂളൊക്കെ ചെറുതാണ്, അത് അവരുടെ ശൈലിയാണ്. അവിടെ ഞങ്ങൾ അങ്ങനെ വ്യത്യസ്തമായുള്ള കുറേ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഹലോങ് ബേയിലെത്തി. ഹലോങ് ബേ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് വേണം എത്താൻ. എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു ക്രൂസിലേക്കാണ് കയറാൻ പോണത്. എനിക്ക് ഈ വിയറ്റ്നാം ഹനോയിൽ ഏറ്റവും ഇഷ്ടവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ക്രൂസ്. ഇതിനു മുമ്പ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വീഡിയോ ഒന്ന് കാണിക്കാം. സോ ഞങ്ങളെല്ലാവരും ഇന്നത്തെ ദിവസം സ്റ്റേ ചെയ്യാൻ പോണത് ഈ ഒരു 5 സ്റ്റാർ പ്രീമിയം ഒരു ക്രൂസിലാണ്. സോ അവരുടെ വണ്ടിയിലാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒരു ലിമോസിൻ എന്നാണ് ഇതിന് അവർ പേരൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷേ ലിമോസിൻ അല്ല, പക്ഷേ ഭയങ്കര ക്വാളിറ്റി ഉള്ളൊരു വണ്ടി. അവർ ഫുൾ ഭയങ്കര പ്രീമിയം സർവീസസ് ആണ്. നമ്മൾ വരുമ്പോൾ നമുക്ക് കുട പിടിക്കാനും അതുപോലെ തന്നെ നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും അവർ ഇവിടുന്ന് മുതൽ നമുക്ക് ചെയ്തു തരും. അങ്ങനെയുള്ള വളരെ പ്രീമിയം സർവീസസ്. നമ്മൾ ലഗേജുകൾ എല്ലാം നമ്മൾ ഓൾറെഡി പറയുമ്പോൾ തന്നെ അവരുടെ പേരുകൾ എഴുതിയിട്ട് നമ്മൾ റൂം നമ്പർ ഇട്ട് ഏത് ക്രൂസിൻ്റെ അകത്തുള്ള റൂമുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ അകത്ത് താമസിക്കുന്ന പോലെ തന്നെയാണ്. ഇതൊരു എന്താ പറയുന്നത്, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടൽ. പക്ഷേ ഞങ്ങൾ അന്ന് വന്ന പോലെ അല്ല കേട്ടോ. അന്ന് ഹലോങ് ബേയിൽ ഭയങ്കര വ്യത്യസ്തമായിരുന്നു. നേരെ ഞങ്ങൾ ഒരു ബസ് ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്നൊരു ബോട്ടിൽ കയറി കുറച്ച് ദൂരം പോയിട്ടാണ് നമ്മൾ ആ ക്രൂസിൽ കയറിയത്. പക്ഷേ ഇത് ഇത്തവണ അങ്ങനെയല്ല. ഒരു വലിയ എന്തായാലും പറയുക ഒരു ബോട്ട് ജെട്ടി തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ട്, സോ അത്രയും വലിയ ആ ക്രൂസ് അവിടെ വന്ന് അടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് റോസ് പെറ്റൽസ് കൊണ്ട് അവർ ഞങ്ങളെ വെൽക്കം ചെയ്തൊരു സുന്ദരിയായിരുന്നു. കുടയൊക്കെ പിടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. കുട പിടിച്ചൊന്നുമല്ല, വെറുതെ അല്ല, നല്ല വെയിലാണ്, നല്ല ചൂട്. അങ്ങനെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു ഞങ്ങൾക്ക് റോസാപ്പൂ ഉണ്ടെന്ന്. പക്ഷേ റോസാപ്പൂ ലേഡീസിന് മാത്രമേ ഉള്ളൂ. വംശി അത് മേടിച്ച് ചമ്മി തിരിച്ചു കൊടുത്തു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ ഒരു ലോഞ്ചാണ്. ഇതൊരു നമ്മളിവിടെ വന്നിരുന്ന് നമുക്ക് കീയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് അവർ തരിക. സോ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് അവർ ഒരു വെറ്റ് ടിഷ്യൂ, ഒരു വെറ്റ് ടവൽ നമുക്ക് തരും. നല്ല സുഖമാണ് അത് വെച്ച് ഇങ്ങനെ മുഖം, കാരണം നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് ഈ വെയിലത്തും ഒക്കെ കയറി ഇങ്ങോട്ട് വരുമ്പോൾ അത് വെച്ച് നമ്മളുടെ ഫേസ് ഇങ്ങനെ തുടയ്ക്കുമ്പോൾ ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ചെയ്ത് ഞങ്ങൾ അവിടെയൊക്കെ, പിന്നെ ഈ വന്നവരെല്ലാം ഫസ്റ്റ് ടൈമാണ്. ഇതിൽ ഞാനും ഉമേഷ് സാറും മാത്രമാണ് സെക്കൻഡ് ടൈം. ബാക്കി എല്ലാവരും തന്നെ ഫസ്റ്റ് ടൈമാണ്. ഇവരെല്ലാവരും ഞെട്ടി എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവിക്കുന്നത്, അങ്ങനൊരു അവസ്ഥയിലാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കീ എല്ലാം മേടിച്ച് ഞങ്ങൾ റൂമെല്ലാം ചെക്ക് ഇൻ ചെയ്തു. അതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്ന റൂമൊക്കെ കണ്ടാൽ ഞെട്ടും മക്കളെ. ഇത് വേറെ ലെവൽ പരിപാടിയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു ക്രൂസിൻ്റെ ഒരു റെസ്റ്റോറൻ്റാണ്. വേറെ ലെവൽ പരിപാടിയാണ് കേട്ടോ.
നമ്മൾ എത്ര പേരുണ്ടോ അതനുസരിച്ച് അവർ പ്രോപ്പറായിട്ട് നമ്മളുടെ ടേബിൾ അവർ റിസർവ് ചെയ്ത് വെച്ചിരിക്കും. ഇപ്പോൾ നമ്മളൊരു വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടും വീക്ക് ഡേ ആയതുകൊണ്ടും അധികം ആളുണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഗംഭീര ഫുഡിൻ്റെ സ്പ്രെഡൊക്കെ നമുക്ക് ഞെട്ടിക്കുന്ന സ്പ്രെഡാണ്. പക്ഷേ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളുമാണ് നമുക്ക് കിട്ടുക കേട്ടോ. ലൈവ് കൗണ്ടേഴ്സ് അങ്ങനെ പലതും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബാറ് കാര്യങ്ങൾ, അതും ഇവിടുത്തെ ഫ്രൂട്ട്സ്, എസ്പെഷ്യലി ഫ്രൂട്ട്സ് കഴിക്കേണ്ടതാണ് കേട്ടോ. ഫ്രൂട്ട്സ് നല്ല ഫ്രഷ് ഫ്രൂട്ട്സാണ്. കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും. അതിൽ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്, മാംഗോ ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ വാട്ടർ മെലൺ എപ്പോഴും കിട്ടുന്നുണ്ട്. അതെന്താണ് റീസൺ എന്ന് എനിക്കറിയില്ല. സോ അങ്ങനെ റെസ്റ്റോറൻറ്റ്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചോളൂ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇപ്പോഴല്ല പോണത്, റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കുന്നുള്ളൂ. അപ്പോൾ വലിയ LED വാളുകളും ഒക്കെ ഉള്ള ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടില്ലേ. ലിഫ്റ്റിലാണ് നമ്മൾ നേരെ, ഞങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂംസ് എല്ലാം ഉള്ളത്. നമ്മൾ നേരെ പോകാൻ പോകുന്നത് ലിഫ്റ്റിലാണ്. ലിഫ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ മോനെ രാജകീയ പദവിയിൽ നമ്മൾ 2 ദിവസം. അപ്പോൾ അങ്ങനെ ഞാൻ ലിഫ്റ്റ് കയറി ഞാൻ റൂമിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വരിക സഹചരി, നമുക്ക് ഒരുമിച്ച് പോകാം. വേറെ ലെവൽ പരിപാടിയാണ്, എല്ലാവരും ഞെട്ടിരിക്കണം. ഈ വേറെ ലെവൽ പരിപാടിയൊക്കെ എനിക്ക് ഇടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. വേറെ ഒന്നും വിചാരിക്കരുത്, എനിക്കത് വേറെ വാക്കുകൾ കിട്ടുന്നില്ല, അത്ര അടിപൊളിയാണ്. എൻ്റെ ദൈവമേ, തൽക്കാലം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കാരണം ഡ്യൂറേഷൻ കൂടുതലും അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. വിയറ്റ്നാം എപ്പിസോഡുകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വിയറ്റ്നാം എപ്പിസോഡ്സ്. അപ്പോൾ സൈൻ ഓഫ്.